അബൂജഹൽ അയാൾ ഏത് വിശ്വാസക്കാരനായിരുന്നു? അള്ളാഹുവിനെ അറിയുന്നയാളായിരുന്നോ അറിയാത്ത ആളായിരുന്നോ? പറയട്ടെ, ഖാസിമിയുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അബൂജഹൽ തന്റെ സൈന്യവുമായി നേരെ പടയെടുത്തു കൊണ്ടുപോയി കഅബയുടെ വാതിൽ തുറന്ന് കഅബയ്ക്കകത്ത് കയറി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. എങ്ങനെ വിളിച്ചേ? അല്ലാഹുമ്മ. നമ്മൾ വിളിക്കുന്നതും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ, അല്ലാഹുമ്മ ജഅൽനാ ബിൽ ഈമാനി കാമിലീൻ. എന്താ വിളിച്ചത് അബൂജഹൽ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. അല്ലാഹു അക്ബർ. അബൂജഹൽ വിളിച്ചത് ആരെയാ? പിന്നെന്താ നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയാത്തത്? അബൂജഹൽ വിളിച്ചത് അള്ളാഹുവിനെയാണ്. ഹദീസാണല്ലോ ഇത്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ആയത്ത് വേറെ വരുന്നുണ്ട്. വിളിച്ചതിന്റെ ഗുണം മനസ്സിലായത് എപ്പോഴാണെന്നുള്ളത് അത് ആയത്ത് വേറെ വരുന്നുണ്ട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ഉസ്താദിനെ നിങ്ങൾ അറുത്ത് മുറിച്ചാലും ശരി, പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടേക്ക് വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനല്ല. എല്ലാ ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെയും ബ്രാൻഡാണത്. വിശദീകരിക്കാം. അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നമ്മൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് റസൂലുള്ള വന്നതെന്ന്. ഒരിക്കലുമല്ല. അബൂജഹൽ വിളിച്ചതും അള്ളാഹുവിനെ, ബദറിലിരുന്ന റസൂലുള്ള വിളിച്ചതും അള്ളാഹുവിനെ. എവിടെയാണ് പെശക് പറ്റിയത്? ക്രിസ്ത്യാനികൾ വിളിക്കുന്നതും ദൈവത്തെ, ഹിന്ദുക്കൾ വിളിക്കുന്നതും ദൈവത്തെ, മുസ്ലിങ്ങൾ വിളിക്കുന്നതും അള്ളാഹുവിനെ. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, നമ്മൾ ഹിന്ദുക്കളുമല്ല, നമ്മൾ അബൂജഹലിന്റെ പാർട്ടിക്കാരുമല്ല. പിന്നെ നമ്മൾ മുസ്ലിങ്ങള് അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ അനത്ത് പറയും, നമ്മുടെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ തർളിയത്തിയല്ലോ. എവിടെയാണ് പിഴച്ചുപോയത്? എവിടെയാ പിഴച്ചത്? അപ്പോൾ മുസ്ലിങ്ങൾ വിളിക്കുന്ന അല്ലാഹുവും ക്രൈസ്തവ ലോകം വിളിക്കുന്ന ദൈവവും ഹൈന്ദവ ലോകം വിളിക്കുന്ന ദൈവവും അബൂജഹൽ വിളിക്കുന്ന ദൈവവും അതെല്ലാം അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കിപ്പോയി. അബൂജഹൽ വിളിച്ച അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു അല്ല. അബൂജഹൽ വിളിക്കുന്ന അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള അല്ലാഹല്ല. ഇതേ ആശയം തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ മൗലവി പറഞ്ഞ അതേ ആശയം മുജാഹിദുകാരൻ പറഞ്ഞിട്ട് അയാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുവിൽ തന്നെയാണ് അബൂജഹൽ വിശ്വസിച്ചത് എന്നാണ്. അതുകൂടി കേട്ടിട്ട് ഞാൻ വിശദാംശങ്ങൾ പറയാം. അല്ലാഹുവിൽ അബൂജഹൽ വിശ്വസിച്ചിരുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും പറയുന്നു. കാരണം രണ്ടും ഒരുമ്മയുടെ മക്കളാണ്. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നവരാണ്. അത് വേറെ ഒരു റബ്ബാണോ? അതല്ല, നമ്മളുടെയൊക്കെ ഉടമസ്ഥൻ, ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥൻ, സർവാധികാരിയായ നമ്മൾ പറയുന്ന അള്ളയും അബൂജഹൽ പറഞ്ഞ അള്ളയും ഒന്നാണോ? അത് തന്നെ എന്ന് അയാൾ വിശദീകരിക്കുന്നു. അവര് അല്ലാഹു എന്നവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവര് അല്ലാഹു എന്നവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നിന്ന് ദുആ ചെയ്തു, പടച്ചവനെ ഈ ചെറിയ സംഘം ഇവിടെ അവസാനിച്ചു പോയാൽ നിന്നെ ആരാധിക്കാൻ ഇനി ആളുണ്ടാവില്ല റബ്ബേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത അല്ലാഹുവും തബ്ലീഗ് ജമാഅത്തിന്റെ ഖാസിമിയുടെ ഭാഷയിൽ അന്നു തന്നെ വിജയത്തിന് വേണ്ടി അബൂജഹൽ ദുആ ചെയ്ത അല്ലാഹുവും ഒന്നാണോ? അല്ല അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് ലോകത്തിന്റെ മുഴുവനും അധികാരിയായ ഏകനായ അല്ലാഹുവിനെയാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സമാനതകളില്ലാത്ത, സൃഷ്ടിഭാവങ്ങളില്ലാത്ത, സൃഷ്ടികളുടെ ഗുണഭാവങ്ങൾ ഏതുമില്ലാത്ത ഏകനായ അല്ലാഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചതെങ്കിൽ അബൂജഹൽ വിളിച്ചത് പെൺമക്കളുള്ള അല്ലാഹുവിനെയാണ്, അല്ലെങ്കിൽ പങ്കാളികളുള്ള അല്ലാഹുവിനെയാണ്. പങ്കാളികളുള്ള കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു പെരുന്തൈവത്തിനോ സന്താനങ്ങളുള്ള ഒരു പ്രതിഭാസത്തിനോ അവരല്ലാഹു എന്ന് പേരിട്ട് വിളിക്കുകയല്ലാതെ മക്കാ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവർ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. ഇവർ ഈ കൂറുകാരുണ്ടെന്ന് പറഞ്ഞ് ഏതല്ലാക്ക? ഇസ്ലാം പരിചയപ്പെടുത്തിയ അതേ അള്ളാഹ്ക്ക് കൂറുകാരുണ്ടെന്ന് അവർ വിശ്വസിച്ചത്. ഏതല്ലാക്ക്? ഇസ്ലാം പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹ്ക്ക് കൂറുകാരുണ്ടെന്ന് അവർ വിശ്വസിച്ചത്. ആ അള്ളാഹ്ക്ക് സന്താനങ്ങളുണ്ടെന്നാ വിശ്വസിച്ചത്. ആ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്നാ വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിച്ചത് അള്ളേ തന്നെ, യഥാർത്ഥ അള്ള തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ ഇയാൾ പറഞ്ഞു? ഞാൻ പറഞ്ഞത് മുസ്ലിയാക്കന്മാർ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങളെ മനസ്സിക്ക് ഇത് കൊള്ളും. ഇനി കേട്ടോ, അള്ള വേറെയാണോ? ഖുർആൻ എന്താ പഠിപ്പിച്ചത്? സൂറത്തുൽ അൻകബൂത്തിൽ കാണാം, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. എന്താ ഖുർആൻ പറഞ്ഞതെന്നോ? ഫഇദാ റകിബൂ ഫിൽ ഫുൽകി, അവരിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന് മാത്രം കീഴ്വണക്കം അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യും. ആ അല്ലാഹ് ഏതാ? ആ അല്ലാഹ് ഏതാ? സങ്കല്പത്തിൽ അല്ലേ. ശേഷം അല്ലാഹ് പറയാ, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അവരതാ അവനിൽ പങ്കു ചേർക്കുന്നു. ആര് രക്ഷപ്പെടുത്തിയാൽ? അവൻ രക്ഷപ്പെടുത്തിയാൽ. ആരോടാണോ അവർ പ്രാർത്ഥിച്ചത് അവൻ രക്ഷപ്പെടുത്തിയാൽ. പേരോട് പറഞ്ഞ മാതിരി നമ്മളീ പറഞ്ഞ അല്ലല്ല, വേറെ ഏതോ ഒരു ശക്തിയെ പറ്റിയാണ് അല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ ആ ശക്തിക്ക് കരയിലേക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ഇവരെ? ആലോചിക്കുങ്ങള്. ഇതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വരുന്നേ. മനസ്സിലുണ്ടോ നിങ്ങൾക്ക്? ആ അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ചിന്തിക്ക്. ആ അള്ളാഹ് ഒരു ശക്തിയെ പറ്റി അള്ളാഹ് എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശക്തിക്ക് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ഇല്ല. അവ കരയിലേക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ആണ് അവർ പ്രാർത്ഥിച്ചത്, അവിടെ പ്രാർത്ഥിച്ചത്. അല്ലാത്തോടും പ്രാർത്ഥിക്കും. ശിർക്കല്ലേ? അല്ലേ തന്നെ യഥാർത്ഥ അല്ലാഹ്. ഇനി ഞങ്ങൾ പറയാണോ ഇത് ഖുർആൻ പറഞ്ഞതാ? ഇനി ഹദീസ് വേണോ? നിങ്ങൾ കേട്ടോ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു തന്റെ സ്വഹീഹിൽ, മക്കത്തെ മുശ്രിക്ക് കഅബ തവാഫ് ചെയ്യുന്നു. കഅബ തവാഫ് ചെയ്യുമ്പോ അവർ തൽബിയത്ത് ചൊല്ലുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. അല്ലാഹുമ്മ അബൂജഹൽ. ഏതാ അല്ലാഹ്? ഏതോ ശക്തിയാ? വേറെ ഏതോ ശക്തിയാ? കേട്ടോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല അല്ലാഹ്. ഇല്ലാ ശരീക, ഒരു പങ്കുകാരനുണ്ട്. ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, ലാത്തണ്ട്, ഉസ്സണ്ട്, മനാത്തണ്ട്. പക്ഷെ ആ പങ്കുകാരൻ നിന്നെപ്പോലെ സ്വയം പര്യാപ്തനല്ല, നിന്നെപ്പോലെ സമതീയത്തുള്ളവനല്ല. ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്.
മാത്രമാണോ തംലിക്കുഹു, അവനെ നീയാണ് ഉടപ്പെടുത്തുന്നത്, വമാ മലക, അവൻ എന്തെല്ലാം ഉടപ്പെടുത്തിയിട്ടുണ്ടോ അതും അല്ലാഹുവേ നീ തന്നെയാണ് ഉടമപ്പെടുത്തുന്നത്. നീ ഉടമപ്പെടുത്താത്തൊരു പങ്കുകാരൻ ഞങ്ങൾക്കില്ല, നീ കൊടുക്കാത്തൊരു കഴിവ് അല്ലാ ഞങ്ങളുടെ ഈ ശരീക്കന്മാർക്ക് ഇല്ല. പരമാധികാരി നീ തന്നെ അല്ലാ. ഏതാ അല്ലാ? ഏതാ അല്ലാ? കഴിഞ്ഞില്ല. ഇത് വേറെ അല്ലാന്ന്, വേറെ ശക്തിയെ പറ്റി അല്ലാന്ന് പറഞ്ഞു എന്ന് പറയാൻ പറ്റൂല. എന്താണെന്നറിയോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക. അതിങ്ങനെ ചൊല്ലി അവിടെ എത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഖദിൻ, അവിടെ നിർത്തി. ഇതിന് അവിടെ നിർത്തുന്നത് അതുവരെ തൗഹീദാണ്. ലാ ശരീക ലക എന്ന് പറഞ്ഞത് ലബ്ബൈക് അല്ലാഹുമ്മ, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീക. അത് പിന്നെ പറയണവര് അതിന് മുമ്പ് എന്താ പറഞ്ഞത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു, ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല. അപ്പൊ റസൂലുള്ളാഹി പറയും ഖദിൻ, അവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ അതുവരെ തൗഹീദാണ്. അത് വേറെ അല്ലാഹ് അവിടെ നിർത്താൻ പറയും. അവിടെ നിർത്തിയാലും പുറത്ത് നിർത്തിയാലും എവിടെ നിർത്താതെ പോയാലും ഒക്കെ കണക്കല്ലേ? നിങ്ങൾ ആലോചിച്ചു എന്തിനാ അവിടെ നിർത്തുന്നത്? അത് യഥാർത്ഥ അല്ലാഹനെ പറ്റിയാണ് ലാ ശരീക ലക എന്ന് പറഞ്ഞത്. പിന്നെ പേരോടല്ല അജാദിയല്ലേ പറയുള്ളൂ. അതിന്റെ താഴെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുമ്പ് വന്ന് പേരോടാണ്, അതാണ് ഇവിടെ വന്നത്. ആലോചിച്ചു ഏതായിരുന്നു ആ വന്ന ആളെ കോലമാണത്. ചുരുക്കി പറയട്ടെ, ഒറ്റ സംഭവം കൂടെ പറയട്ടെ. എന്താണെന്നറിയോ? മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി പറയട്ടെ. ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകനാണ്. മുസ്ലിമായ സംഭവം അറിയോ നിങ്ങൾക്ക്? ഫതഹ് മക്കയുടെ സന്ദർഭത്തിലതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയുടെ ചെങ്കോൽ കയ്യിൽ വന്ന സമയമാണ്. ഇന്ന് മുഹമ്മദ് അധികാരം കിട്ടിയ ദിവസമാണ്. മുഹമ്മദ് ഇഷ്ടം പോലെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അത്രയും കാലം നമ്മൾ പ്രവാചകൻ ആക്രമിച്ചതാണ്. ഇനി ആ പ്രവാചകൻ പകരം വീട്ടാൻ സാധ്യത ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടതാ കുറെ ആളുകൾ നാട് വിട്ടു പോവുകയാണ്, കപ്പൽ കയറി പോവുകയാണ്. പോകുന്ന പോക്കിൽ ആരുണ്ട്? അബൂജഹലിന്റെ മകൻ ഇക്രിമത്തുണ്ട്. കപ്പലിങ്ങനെ പോകുമ്പോ നേതാവ് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖൗമി, എന്റെ സമൂഹമേ, അഖ്ലിസൂ ലി റബ്ബിക്കുമുദ്ദുആ, ജനങ്ങളെ അല്ലാഹുവോട് മാത്രം ദുആ ചെയ്തോ. ലി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ മാത്രം ആ നിനക്ക് ദുആ കൊണ്ട് ഇഖ്ലാസാക്കിക്കോന്നോ. ഏതാ റബ്ബ്? പേരോട് പറഞ്ഞ പോലെയാണോ? വേറെ ശക്തിയെ പറ്റി അല്ലാഹ് എന്ന് പറഞ്ഞതാണോ? കേട്ടോ ബാക്കി. ഇവിടെ അവനല്ലാതെ രക്ഷപ്പെടുത്തുകയില്ല, ആ റബ്ബല്ലാതെ രക്ഷപ്പെടുത്തുകയില്ല. ഫഖാല ഇക്രിമതു, ആ സമയത്ത് ഇക്രിമ പറയുകയാണ്, വല്ലാഹി, വല്ലാഹി, അല്ല തന്നെയാണ് സത്യം. ഏതല്ലാ ചിന്തിച്ചോ. വല്ലാഹി ഇൻ കാന ലാ യുനജ്ജി ഫിൽ ബഹരി ഗൈറുഹു ഫഇന്നഹു ലാ യുനജ്ജി ഗൈറുഹു ഫിൽ ബർരി അയ്ളാ. കടലിൽ അവനല്ലാതെ മറ്റാരും രക്ഷപ്പെടുത്തില്ലെങ്കിൽ കരയിലും അവനല്ലാതെ ആരും രക്ഷപ്പെടുത്താനില്ല. കടയിൽ ആരാണോ രക്ഷപ്പെടുത്തുന്നത്, ആ റബ്ബ് ആരാണോ ആ റബ്ബ് തന്നെയാണ് കരയിലും രക്ഷപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയാ, അല്ലാഹുമ്മ ലക അലയ്യ അഹദ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് കരാർ ചെയ്യുന്നു. ഏതാ അല്ലാഹ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹല്ലേ. കേട്ടോ ബാക്കി എന്താ? അല്ലാഹുമ്മ ലക അലയ്യ അഹദ ലഇൻ ഖറജ്തു ലഅദ്ഹബന്ന ഫലഅലഅന്ന യദി ഫീ യദി മുഹമ്മദിൻ ഫലഅജിദന്നഹു റഊഫർ റഹീമാ. അല്ലാഹുവേ, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യാം? ലഇൻ ഖറജ്തു, ഈ കടലിൽ ഞാൻ രക്ഷപ്പെട്ട് പുറത്തു പോയാൽ ലഅദ്ഹബന്ന, ഞാൻ പോവുക തന്നെ ചെയ്യും. ഫലഅലഅന്ന, എന്നിട്ട് ഞാൻ വെക്കുക തന്നെ ചെയ്യും. യദീ ഫീ യദി മുഹമ്മദ്, എന്റെ കൈ മുഹമ്മദ് നബിയുടെ കയ്യിൽ ഞാൻ വെക്കും. ഇതിലെന്തിനാ മുഹമ്മദ് നബിയുടെ പേരുണ്ടെന്ന്? വേറല്ലേ? അല്ല, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അതേ അല്ലാഹ്. അതുകൊണ്ട് ആ റസൂൽ മുഹമ്മദിന്റെ അരികിൽ ചെന്നുകൊണ്ട് എന്റെ കൈ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഞാൻ മുസ്ലിമാകും. വകാന കദാലിക, അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സാക്ഷാൽ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നത്. ഏതാ അല്ലാഹ്?
ചിന്തിക്ക് പ്രിയമുള്ളവരെ.